ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയേ, ദോശക്കാലിയാവുന്ന നമ്മൾ അറിയേയില്ല. ആക്കിയാലോ? DM7ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് ഒന്ന് ഫ്രഷായി എന്ത് ബ്രേക്ക്ഫാസ്റ്റിനാക്കണം എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുന്നു. അപ്പോൾ വിചാരിച്ചു നല്ല കുട്ടി നെയ് റോസ്റ്റും ചട്നി ആക്കാമെന്ന്. അതിലെന്താ ഇത്ര സ്പെഷ്യൽ എന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ? നമ്മുടെ ഹൈലൈറ്റ് ചട്നിയാണ്. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയേ, ദോശക്കാലിയാവുന്ന നമ്മൾ അറിയേയില്ല. ആക്കിയാലോ? ബാ. ഇതാ ഇത്രയും ഐറ്റംസാണ് നമുക്ക് ചട്നി ആക്കാൻ വേണ്ടത്. സവോള ഇങ്ങനെ ക്യൂബായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക് അരിഞ്ഞത്, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ വെളുത്തുള്ളി അരിഞ്ഞത്. ഇതിൻ്റെ ഒന്നും കണക്ക് ഞാൻ പറയുന്നില്ല കേട്ടോ, അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം. എനിക്ക് അങ്ങനെ അളവ് പറഞ്ഞു തരാൻ അറിയില്ല. ഇപ്പം ഞാനിതിനോട്ടല്ലേ ഉള്ളൂ, ഇത്രയും എന്തിനാന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ കുറച്ച് അധികം ആക്കണം. എന്താ പറയുക, അധികം അളവിൽ എല്ലാ സാധനങ്ങളും എടുക്കണേ. അതെന്താണെന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് പാൻ വെച്ച് കൊടുക്കാം കേട്ടോ. പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഇതാട്ടോ ഞാൻ പറഞ്ഞത്, കുറച്ചളവിൽ എടുക്കല്ലേന്ന്. കാരണം നമ്മൾ ഈ സാധനങ്ങൾ അങ്ങനെ ഇട്ട് അരക്കുന്നതല്ല, ഇതെല്ലാം നന്നായിട്ടുള്ള വഴട്ടിയെടുത്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ വഴണ്ട് വരുമ്പോൾ അറിയാമല്ലോ, നമ്മൾ എടുത്തതിൻ്റെ പകുതിയാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാം കുറച്ചെടുക്കാതെ കുറച്ചധികം എടുത്തോളൂ കേട്ടോ. വഴണ്ട് വരുമ്പോൾ അത് കറക്റ്റായിരിക്കും. ഞാനിപ്പോൾ മീഡിയം സൈസിലുള്ള 2 തക്കാളി, ഒരു വലിയ ഉള്ളിയാണ് എടുത്തത്. കുഞ്ഞുള്ളി ഒരു തക്കാളി എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാളല്ലേ എന്ന് വിചാരിക്കും, പക്ഷേ വഴണ്ട് വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ഞാൻ പിന്നെയും പറയാം, നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്താ പറയുക, പച്ചമുളകൊക്കെ അധികം ചേർത്തോട്ടോ. ഞാൻ ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ. ഇനി സവോള ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞങ്ങളെപ്പോഴും പിന്നെ നെയ് റോസ്റ്റ് ആക്കുമ്പോൾ അല്ലെങ്കിൽ ഉഴുന്ന് ദോശ ആക്കുമ്പോൾ എപ്പോഴും സാമ്പാർ ഇല്ലെങ്കിൽ നമ്മുടെ വെള്ള ചട്നി ഇല്ലേ, വൈറ്റ് ചട്നി, വെള്ള ചമ്മന്തി ആക്കുക മാത്രമേ ആക്കാറുണ്ടായിരുന്നുള്ളൂ. ഈ ചട്നി ആക്കാറേ ഉണ്ടായിരുന്നില്ല. ഇതെൻ്റെ റെസിപ്പിയൊന്നും അല്ല കേട്ടോ. ഞാനും ഇതേപോലെ തന്നെ യൂട്യൂബിലൊരു ചേച്ചി ചെയ്യുന്ന കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ പിന്നെ ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ എപ്പോൾ നോക്കിയാലും നെയ് റോസ്റ്റും ഈ ചമ്മന്തി ആക്കാറുള്ളൂ. അപ്പോൾ അത് പിന്നെ വൈറ്റ് ചട്നി ആക്കിയിട്ടേ ഇല്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. നല്ല രുചിയാണ്. നമ്മളെ സവോള ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വഴണ്ട് വരട്ടെ. ഇപ്പോൾ നമ്മൾ 2 തക്കാളിയൊക്കെ ചേർക്കുന്നുണ്ടെങ്കിലേ, രണ്ടും ഭയങ്കര പഴുത്തത് ചേർക്കാതെ ഒന്ന് കുറച്ച് പഴുത്തതും ഒന്ന് അധികം പഴുക്കാത്തതും ചേർത്തോ കേട്ടോ. ഇതിന് കുറച്ച് ലൈറ്റ് പുളിയുള്ളത് എപ്പോഴും നല്ല ടേസ്റ്റ്. ഇങ്ങനെ നമ്മുടെ തക്കാളി നന്നായിട്ട് വഴണ്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി 2 സാധനം കൂടെ ചേർത്ത് കൊടുത്താൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി. ഇതാട്ടെ ഞാൻ നേരത്തെ ഒരു പച്ചമുളക് മാത്രം ചേർത്തേ, കാരണം മുളക് പൊടിയും കൂടി ആഡ് ചെയ്യേണ്ട. അപ്പോൾ ഭയങ്കര എരിവായാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ കണക്കിനനുസരിച്ച് ചേർത്തോ കേട്ടോ. കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു
എന്താ പൊടിയിലൊരു പച്ചമണമൊക്കെ മാറി അത്രയേ വേണ്ടൂ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒന്ന് തണിയട്ടെ കേട്ടോ, നമുക്ക് ജാറിലിട്ടിട്ട് അരക്കാനുള്ളതല്ലേ, ചൂടോടെ ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇനി ഇതൊന്ന് തണിയട്ടെ. തണിയതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം. അതവിടെ തണിയട്ടെ. അപ്പോൾ ആ ഗ്യാപ്പിൽ നമുക്ക് നമ്മുടെ നെയ് റോസ്റ്റ് ആക്കാം കേട്ടോ. അല്ലെങ്കിൽ ലേറ്റ് ആവും. ഏട്ടനും ഇപ്പോൾ ഓഫീസിൽ പോകണം, എനിക്കും ഇറങ്ങണം. നന്നായിട്ടൊന്ന് പൊരിയട്ടെ. എനിക്കും ഏട്ടന് നല്ല പൊരിഞ്ഞ് വരുമ്പോഴാണ് ഇഷ്ടം. ഇതണ്ട നെയ്യ്, ഇത് കാണുമ്പോൾ മിൽമേറതാണെങ്കിൽ ഇത് ആക്ച്വലി മിൽമേറതല്ല. ഇത് നല്ല ഏത് ബ്രാൻഡിൻ്റെ അല്ല കേട്ടോ, ഇത് വീട്ടിൽ തന്നെ ആക്കിയ നല്ല ശുദ്ധമായ നെയ്യ് അമ്മ തന്നു വിട്ടതാട്ടോ. അപ്പോൾ ഇതിങ്ങനത്തെ ഇതല്ലേ, മറ്റേ ബിയറിൻ്റെ എല്ലാം കുപ്പി പോലത്തെ കുപ്പിയാണ്. അപ്പോൾ ഇതിന് നമുക്ക് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് ഇതിലേക്ക് എടുക്കുന്നതാണ് കേട്ടോ. ഇതുണ്ട് ഈ അളവിന് പൊരിഞ്ഞ് വരുമ്പോഴാണ് എനിക്കും ഏട്ടനും ഇഷ്ടം. അതൊക്കെ ഓരോരോ ആൾക്കാരുടെ ഇഷ്ടമല്ലേ. അതുകൊണ്ട് ഇങ്ങനെ പൊരിഞ്ഞ് വരുമ്പോൾ ആ ചട്നിയും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് തണിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തോട്ട് അതിന് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഒരു സെക്കൻഡ് മതി. അപ്പോൾ നല്ല വഴണ്ട് വന്നില്ല, അപ്പോഴത്തേക്ക് നല്ല പേസ്റ്റ് പോലെ ആവും. അപ്പോൾ നമുക്ക് അരച്ചെടുക്കാം. അപ്പം ഇതാ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ. നല്ല ഒരു സെക്കൻഡ് അരിയുമ്പോൾ തന്നെ നല്ല പേസ്റ്റ് പോലെ ആവും. ഇനി നമുക്കിതൊരു വേറെ ബൗളിലേക്ക് സെർവ് ചെയ്യാം. അപ്പം ഇതാ നമ്മുടെ ചട്നി ഇവിടെ നല്ല പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് കേട്ടോ, അതെ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ ആക്കിയതാ. നിങ്ങൾക്ക് ഇതിലും കട്ടിയിൽ വേണോ അല്ല കുറച്ചും കൂടെ ലൂസായിട്ട് വേണോ, അത് നിങ്ങൾ അതിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്താൽ മതി കേട്ടോ. എനിക്ക് ഈ ഒരു കട്ടിയിലാണ് ഇഷ്ടം. അപ്പോൾ പണി കഴിഞ്ഞിട്ടില്ല, ഇനി ഒരു ചെറിയ കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഞാനൊന്ന് താളിച്ച് വയ്ക്കുകയും കൂടെ ചെയ്താൽ നമ്മുടെ സൂപ്പർ ചട്നി റെഡിയായി. ഞാനിതാ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, ചൂടാവട്ടെ. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായി, ഇനി നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടു പൊട്ടിക്കഴിയുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി വറ്റൽമുളക് ഇട്ട് കൊടുത്താൽ ആയി. ഇനി നമ്മുടെ ചട്നി ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എന്നോട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ കഴിച്ചാലോ. സ്വന്തമാക്കിയിട്ട് ഞാൻ തന്നെ പറയുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക, എന്നിട്ട് അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോസൊക്കെ കാണുക, ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും